വാർത്തയിലേക്ക്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പി.ജെ. ജോസഫ് വിഭാഗം വി.ഡി. സതീശനെ പിന്തുണയ്ക്കും. ജോസഫ് വിഭാഗം യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത്. 2 മന്ത്രിസ്ഥാനവും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആവശ്യപ്പെടും. AICC നിരീക്ഷകരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി പി.ജെ. ജോസഫ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. കോൺഗ്രസ് വിളിച്ച യോഗത്തിൽ പങ്കെടുക്കും? അല്ല, അങ്ങനെയില്ല. നമ്മളെല്ലാവരും അവിടെ അവൈലബിൾ ആയിരിക്കുക. എന്താണ് സ്വാഭാവികമായിട്ടും തീരുമാനിക്കേണ്ടതുണ്ടല്ലോ. അപ്പൊ എന്താണ് ഘടകകക്ഷികൾ നല്ലൊരു തീരുമാനം? ഞാനിപ്പോ പറയല. മുഖ്യമന്ത്രി സ്ഥാനം ആർക്ക് കൊടുക്കണമെന്നാണ് അങ്ങനെ അഭിപ്രായം? അവർക്ക് അവിടെ ചോദിച്ചാലേ പറയുള്ളൂ. എന്നാലും അല്ല, ഇപ്പൊ അഭിപ്രായം ഒന്നും പറയല. ഘടകകക്ഷി എന്ന നിലയിൽ നിങ്ങൾക്കൊരു ഇതില്ലേ, തീരുമാനമില്ലേ? അല്ല, ഇപ്പൊ പറയല. അഭിപ്രായം ചോദിച്ചോ? അല്ല, ചോദിച്ചിട്ടില്ല. ഇതുവരെ ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ പറയും. അപ്പൊ ഇന്നത്തെ ഈ യാത്രയുടെ ലക്ഷ്യം പ്രധാനമായിട്ടും അല്ല, ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ നേതാക്കന്മാരോട്ട് ഉണ്ടാകട്ടെ തിരുവനന്തപുരത്ത്. സ്വാഭാവികമായിട്ടും മന്ത്രിസ്ഥാനം എത്രയായിരിക്കും ചോദിക്കപ്പെടുക? അത് ഉറപ്പിക്കേണ്ടതല്ലേ? അതെല്ലാം രമ്യമായി പരിഹരിക്കാൻ കഴിയും. അല്ല, എന്നാലും എത്രയാണ് ആഗ്രഹിക്കുന്നത്? ആഗ്രഹം പറഞ്ഞുകൂടെ? അല്ല, 2 മന്ത്രിമാരെങ്കിലും കിട്ടണമെന്നാണ്. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ആഷിഖ്, ആർക്കാണ് പിന്തുണ എന്ന് പറഞ്ഞപ്പോൾ അത് അഭിപ്രായം ചോദിക്കുമ്പോൾ അവിടെ പറയാം എന്നാണ് പി.ജെ. ജോസഫ് പറഞ്ഞത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ധാരണയായിട്ടുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ എന്നത് ഉറപ്പാണ്. ആ പിന്തുണ വി.ഡി. സതീശന് തന്നെയല്ലേ? തീർച്ചയായും വി.ഡി. സതീശന് തന്നെയാണ് ജോസഫ് വിഭാഗത്തിന്റെ പിന്തുണ എന്നുള്ളതാണ്. അത് പരസ്യമായി പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഉറപ്പായും വി.ഡി. സതീശന് തന്നെയാണ്. ഇന്ന് വൈകുന്നേരം ചേരുന്ന യോഗത്തിൽ അത് പി.ജെ. ജോസഫ് പറയുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യോഗത്തിൽ പങ്കെടുക്കാൻ ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് തൊടുപുഴയിൽ നിന്ന് പി.ജെ. ജോസഫ് പുറപ്പെട്ടത് എന്നുള്ളതാണ്. അതിനു മുമ്പ് യോഗത്തിൽ പങ്കെടുക്കാൻ ഒപ്പം പോകുവാൻ വേണ്ടി എത്തിയ ഫ്രാൻസിസ് ജോർജ് എംപിയുമായി അദ്ദേഹം ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്, ചെറിയ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആ യോഗത്തിൽ എന്താണ് യോഗത്തിൽ പറയേണ്ടത്, ഹൈക്കമാൻഡ് പ്രതിനിധികൾ വിളിച്ചിരിക്കുന്ന യോഗത്തിൽ എന്താണ് പറയേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ ധാരണ പാർട്ടിക്കുള്ളിൽ തന്നെയും ആ നേതാക്കൾ രണ്ടുപേരും ചേർന്നിരുന്ന് രൂപം കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് തിരുവനന്തപുരത്തേക്ക്. ശരി, ഞാൻ ആഷിഖിലേക്ക് വരാം. ഇപ്പോൾ AICC നിരീക്ഷകർ ഹലോ, കണക്റ്റേക്കാ. Let us go there. You are meeting separately. You are meeting separately. Decide the four. Okay. AICC നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. മുതിർന്ന നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അവിടെ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇരുവരും നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാനായി ഇന്ദിരാഭവനിലേക്ക് തിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം അവിടെ ചർച്ച ചെയ്യുമെന്നാണ് അജയ് മാക്കൻ പറഞ്ഞത്. കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിരീക്ഷകരും തയ്യാറായിട്ടില്ല. 2 പേരെയാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടെത്താനായി MLA-മാരുടെ അഭിപ്രായം തേടാനായി AICC നിയോഗിച്ചിട്ടുള്ളത്. 2 പേരാണ് മുകുൾ വാസ്നിക്കും അജയ് മാക്കനും. ഇന്നലെയാണ് ഇരുവരും എത്തിച്ചേർന്നതെന്ന് ഇപ്പോൾ നിർണായക കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇരുവരും രജീഷ് ഉണ്ട് ഹോട്ടലിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. രജീഷ്, ഇരുവരും പുറത്തിറങ്ങിയിരിക്കുന്നു, യോഗത്തിലേക്ക് പോവുകയാണ് 2 പേരും. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് 2 പേരും എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രതികരണം നടത്തിയോ? അല്പസമയം മുമ്പാണ് ഇവിടെ നിന്നും KPCC-യിലേക്ക് ഇന്ദിരാഭവനിലേക്ക് കേന്ദ്രത്തിൽ നിന്നും വന്ന AICC നിരീക്ഷകർ പുറപ്പെട്ടിരിക്കുന്നവർ പറഞ്ഞിരിക്കുന്നത് MLA-മാർ ഒറ്റയ്ക്ക് കാണുമെന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അവരെ എല്ലാവരെയും ഒരുമിച്ച് കാണുന്നതിന് ശേഷം സെപ്പറേറ്റ് കാര്യം കാണുമോ എന്ന കാര്യം തീരുമാനിക്കും എന്ന് മാത്രമേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും നിർണായക യോഗത്തിനായി AICC ഏർപ്പെടുത്തിയ നിരീക്ഷകർ ഇവിടെ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. ഇന്ദിരാഭവനിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. അവർ അല്പസമയത്തിനകം തന്നെ KPCC-യിലെത്തും. എന്തായാലും ഇനി KPCC-യിലാണ് നിർണായക യോഗം ചേരുന്നത്. ആര് മുഖ്യമന്ത്രിയാകണമെന്നതിൽ MLA-മാരുടെ അഭിപ്രായം കേൾക്കാൻ കൂടിയാണ് ഇപ്പോൾ AICC നേതൃത്വം അയച്ച 2 നിരീക്ഷകർ ഇവിടെ നിന്നും ഇപ്പോൾ KPCC-യിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. ജിൻസി, ശരി, രജീഷാണ് വിവരങ്ങൾ നൽകിയത്. നിരീക്ഷകർ അവിടെ നിന്ന് തിരിച്ചിരിക്കുന്നു. അധികം വൈകാതെ ഇന്ദിരാഭവനിൽ എത്തിച്ചേരും. അവിടെ MLA-മാരൊക്കെ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. നിയമസഭാ കക്ഷി യോഗത്തിനായി കാത്തിരിക്കുകയാണ്. സുനിൽ ഐസക്കുണ്ട് ഇന്ദിരാഭവനിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. സുനിൽ, MLA-മാരെല്ലാവരും എത്തിയോ? ചെന്നിത്തല ഇതാ എത്തിച്ചേർന്നിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞോ? എന്താണ് വിവരങ്ങൾ?